2024-25 അധ്യയന വർഷം മുതൽ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാം നിലവിൽ വരികയാണ്. അത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാം. ഇത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഇനി ഉള്ള ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലുള്ള ഒരു പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റുഡൻറ് സെൻറ്റേർഡാണ്. അത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് ഇതിലെ പഠന രീതി. അതായത് വിദ്യാർത്ഥികളാണ് ഇനി ഇത് പഠനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അത് എവിടെയൊക്കെ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. അത് വിദ്യാർത്ഥിക്ക് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടുന്ന കോളേജിൽ മാത്രമല്ല, മറ്റ് കോളേജുകളിൽ കൂടി വേറെ പേപ്പറുകൾക്കും കോഴ്സുകൾക്കൊക്കെ പഠിക്കാൻ കഴിയും. അതുപോലെ ഏത് വിഷയങ്ങൾ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥികളാണ്. അതുപോലെ ചില വിഷയങ്ങളൊക്കെ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ എത്ര വർഷം പഠിക്കണം, അത് 3 വർഷം പഠിക്കണോ 4 വർഷം പഠിക്കണോ എന്ന കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കണോ അല്ല പിന്നീട് പൂർത്തിയാക്കിയാൽ മതിയോ, അത് വല്ല ജോലി കിട്ടുകയോ മറ്റോ ചെയ്ത് തൽക്കാലം ഒന്ന് ബ്രേക്ക് വന്നാൽ തൽക്കാലം നിർത്തി പിന്നീട് പൂർത്തിയാക്കിയാൽ മതിയോ എന്ന കാര്യങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ ഇത് സംബന്ധിച്ച് ഞാൻ വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. എന്നാലേ ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. Admission to programs and courses. The higher education institutions shall admit candidates not only for programs but also for subjects or courses. അത് ഇതുവരെ നമ്മുടെ കോളേജുകളിലൊക്കെ പ്രോഗ്രാമുകൾക്ക് മാത്രമാണ്, പ്രോഗ്രാംസിന് മാത്രമാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരുന്നത്. അത് BA പ്രോഗ്രാം, BSc പ്രോഗ്രാം, BCom പ്രോഗ്രാം. അല്ലാതെ കോഴ്സസ് അല്ലെങ്കിൽ പേപ്പേഴ്സിന് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് മാത്രമായിട്ട് അഡ്മിഷൻ കൊടുക്കാറില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പ്രോഗ്രാമിനും അഡ്മിഷൻ കൊടുക്കാം, ഒപ്പം തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിന് അല്ലെങ്കിൽ കോഴ്സസിന് അഡ്മിഷൻ കൊടുക്കാം. The changing major courses. The student at the end of second semester may be permitted to change their major program of study. ഇതും വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. ഒരു കോഴ്സ് എടുത്തു, പക്ഷേ ഒരു ഏകദേശം 1 വർഷം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കോഴ്സ് എനിക്ക് ശരിയാവില്ല എന്ന് തോന്നിയാൽ മാറ്റാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് സെക്കൻഡ് സെമസ്റ്റർ വരെ ഒരു കുട്ടി ഒരു പ്രോഗ്രാം പഠിച്ചു, പക്ഷേ അത് ശരിയാവില്ല എന്ന് തോന്നിയാൽ അതിൻ്റെ ആ കുട്ടിയുടെ മേജർ സബ്ജക്റ്റ് മാറ്റാവുന്നതാണ്. പ്രീമേച്ചർ എക്സിറ്റ്, അത് ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തു പോകും. അപ്പോൾ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. പക്ഷേ ഈ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. Students who opt out before the completion of the year shall be provided with a course credit certificate. അത് സംഘടനവശാൽ ഒരു വിദ്യാർത്ഥിക്ക് ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പ് നിർത്തേണ്ടി വന്നാൽ ഏതുവരെയാണ് പഠിച്ചത് അതിനനുസരിച്ചിട്ടൊരു കോഴ്സ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥിക്ക് കൊടുക്കും. അത് 1 വർഷം കഴിഞ്ഞ് തുടരാൻ പറ്റിയില്ലെങ്കിൽ അതുവരെയുള്ളൊരു കോഴ്സ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം പൂർത്തിയാക്കി പിന്നെ തുടരാൻ പറ്റിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ് ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. മറ്റൊരു സൗകര്യം ഫാസ്റ്റ് ട്രാക്കാണ്. കാൻഡിഡേറ്റ് ഹു വിഷ് ടു കംപ്ലീറ്റ് ദി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഫാസ്റ്റർ may do so by completing different courses equivalent to their required number of credits and fulfilling all other requirements in N-1 semesters, where N is the number of semesters in the undergraduate program. അത് വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്ന വിദ്യാർത്ഥിക്കാണെങ്കിൽ ആ കുട്ടിക്ക് 1 സെമസ്റ്റർ നേരത്തെ പഠനം പൂർത്തിയാക്കി പോകാവുന്നതാണ്. അത് 6 സെമസ്റ്ററുള്ള കോഴ്സാണെങ്കിൽ 5 സെമസ്റ്റർ കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ. 8 സെമസ്റ്ററുള്ള, അതായത് 4 വർഷത്തെ കോഴ്സാണെങ്കിൽ 8 സെമസ്റ്റർ ഉണ്ടാവും. വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ 7 സെമസ്റ്റർ കൊണ്ട് പഠനം പൂർത്തിയാക്കി പോകാം. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്ലോ ട്രാക്ക് ഉണ്ട്. The candidates may complete both undergraduate programs in slower spaces. They may pursue the 3-year or 6 semester program in 4 to 5 years
that is 8 to 10 semesters, and a 4-year or 8th semester program in 5 to 6 years, that is 10 to 12 semesters. അതൊരു വിദ്യാർത്ഥി കുറച്ച് സ്ലോ ആയിട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് പിന്നെ ഒരു 3 വർഷത്തെ കോഴ്സ് ഒരു 5 വർഷം കൊണ്ട് തീർത്താൽ മതി. ദാറ്റ് ഈസ് 8 to 10 semesters. അതുപോലെ 4 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ 6 വർഷം കൊണ്ട് തീർത്താൽ മതി. ദാറ്റ് ഈസ് 10 to 12 semesters. Taking break during the program. Students will be offered the opportunity to take a break during the program and resume after the break, but the total duration of the completion of the program shall not exceed 8 years. അത് സംഗതി വെച്ചാൽ പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ പഠനം തുടരാൻ പറ്റാതെ വന്നു. തൽക്കാലം ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ മെറ്റേണിറ്റി പ്രോബ്ലം കൊണ്ടോ മറ്റോ തൽക്കാലം ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ പിന്നീട് തിരിച്ചു വന്ന് കുട്ടിക്ക് കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ്. പക്ഷേ അത് 8 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. അത് കോഴ്സ് തുടങ്ങി 8 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം എന്നർത്ഥം. ടൈം ലിമിറ്റ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രോഗ്രാം. The maximum time limit to complete the program for candidate taking exit on completion of 6 semesters shall be 6 years after joining the program. അതൊരു പിന്നെ 3-year ഡിഗ്രി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി 6 സെമസ്റ്റർ പൂർത്തിയാക്കി, പക്ഷേ ക്രെഡിറ്റുകൾ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല, പിന്നെയും വിഷയങ്ങൾ പാസ്സാവാനുണ്ട് എങ്കിൽ അദ്ദേഹം 6 വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കേണ്ടതാണ്. അതുപോലെ 4-year ആണെങ്കിൽ 8 സെമസ്റ്റേഴ്സിൻ്റെ അതാണെങ്കിൽ 8 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതാണ്. ഓക്കെ, ബാക്കി പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസ്ക്രിപ്ഷനിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കോപ്പി ചെയ്ത് ഉടനെ പിന്നെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. ഇന്നലെ വിഷ് യു ഗുഡ് ലക്ക്. അപ്പോൾ എന്തായാലും പിന്നെ മറക്കാതെ എൻ്റെ ആദ്യത്തെ വീഡിയോ കാണുക. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.